സ്നേഹനിധിയും കരുണാസമ്പന്നനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്: ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇന്ന് ഞാനിവിടെ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് മൂവിങ് ഫ്രം ഫിയർ ടു ഫെയ്ത്ത്, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നാം യാത്ര ചെയ്യുക. ഭയം ലോകത്തിൽ ജീവിക്കുന്ന സകലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പ്രശ്നമില്ലാത്തപ്പോൾ വീരന്മാരായി നടക്കുവാൻ അനേകർക്ക് കഴിയും. എന്നാൽ യഥാർത്ഥ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആണ് യഥാർത്ഥമായ വീരനെ നാം തിരിച്ചറിയുന്നത്. പലപ്പോഴും അനേകർ കിടക്കുവാൻ പോകുമ്പോൾ ഭയം നിമിത്തം ഉറങ്ങുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ കിടക്കുവാൻ പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമോ എന്നുള്ള ഭയം, യാത്ര പോകുമ്പോൾ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തുമോ എന്നുള്ള ഭയം, അങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലുള്ള ഭയങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന ആത്മീയ മനുഷ്യനെയും ഭൗതിക മനുഷ്യനെയും ഒരുപോലെ അലട്ടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഭയമില്ലായ്മ എന്നത് ദൈവത്തിൽ നിന്ന് സംഭവിക്കുന്ന ധൈര്യത്തെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സംഭരിക്കുന്ന ധൈര്യത്തെ ആശ്രയിച്ച് ഇരിക്കും. എപ്പോഴൊക്കെ നാം കൂടുതൽ ദൈവിക സാന്നിധ്യം ഉള്ളവരായി, ദൈവാശ്രയമുള്ളവരായി തീരുമോ, ആ സമയങ്ങളിലൊക്കെ നാം ധൈര്യമുള്ളവരും വിശ്വാസമുള്ളവരും ശക്തി ചോരാത്തവരുമായി തീരാറുണ്ട്. ഞാനിവിടെ ചില ചിന്തകൾ പ്രധാനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എഫക്റ്റ് ഓഫ് ലീവിങ് ബൈ ഫിയർ. നാം ഭയത്തിൽ ജീവിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഭയത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രധാന പരിണിത ഫലം ശാരീരികവും ആത്മീയവുമായ എല്ലാ തലങ്ങളെയും പലപ്പോഴും ഭയം ബാധിക്കും. അത് അസ്ഥിക്ക്, നരമ്പുകൾക്ക്, നാഡീവ്യൂഹങ്ങൾക്ക്, മാംസപേശികളുടെ ഒക്കെ ബലം ചോർത്തിക്കളയുകയും ധൈര്യമില്ലാത്തവനായി മനുഷ്യനെ തീർക്കുകയും ചെയ്യും. അറിയുക, ഫെയ്ത്ത് എൻഡ്സ് വേർ വറി ബിഗിൻസ് ആൻഡ് വറീസ് എൻഡ്സ് വേർ ഫെയ്ത്ത് ബിഗിൻസ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നിടത്ത് നമ്മുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ വറീസ് ബിഗിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ എവിടെ നമ്മുടെ ഭാരങ്ങൾ വറീസ് എൻഡാകുമോ അവിടെ നമുക്ക് വിശ്വാസം ആരംഭിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതനാളുകളിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന പലതിനെയും ഭയന്നിട്ട് ദൈവവചനം പറയുന്നത് പോലെ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുന്നില്ല. മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമുണ്ട്. ഇങ്ങനെ ദൈവവചനം പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, നീയല്ലോ യഹോവേ എന്നെ എഴുന്നേൽപ്പിച്ചത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫിയർ ട്വിസ്റ്റ് ദ ട്രൂത്ത്. യഥാർത്ഥ സത്യത്തിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടും ഭയം. 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ ആശ്രയിക്കുവാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സങ്കേതമെന്നുള്ളത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണെന്നുള്ള ഉറപ്പാണ്. മൂന്നാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫിയർ റോബ്സ് യു ഓഫ് ഹോപ്പ്. നമ്മുടെ വിശ്വാസത്തെ, പ്രതീക്ഷയെ കവർന്നെടുക്കും ഭയം. 118-ാം സങ്കീർത്തനം അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത്
ചെയ്യും. അത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധൈര്യം ചോർന്നു പോകുമ്പോൾ നാം പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ യഹോവയിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്ത് നിന്ന് മനുഷ്യൻ ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അതേ, നമ്മുടെ ബലം ചോർന്ന് ക്ഷീണം ഉള്ളവരായി നാം തീരുമ്പോൾ ഒരു കാര്യം ഉറപ്പായി പറയുക: ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? നാലാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫിയർ റോബ്സ് യു ഓഫ് പീസ്. നമ്മുടെ സമാധാനത്തെ ഭയം കവർന്നെടുക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ജീവിതത്തിൽ ഭ്രമിച്ചു പോകാമെന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നല്ല ശതമാനം ആൾക്കാരും ഭയന്ന്, പേടിച്ച്, വ്യാകുലപ്പെട്ട് ജീവിക്കുന്ന സമ്മർദ്ദം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ജീവിതനാളുകളിൽ ഭ്രമിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഭ്രമിക്കാതെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അഞ്ചാമതായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഫിയർ റോബ്സ് യു ഓഫ് കറേജ്. നമ്മുടെ ധൈര്യത്തെ ഭയം കവർന്നെടുക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉള്ളതിനാൽ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതേ, യോശുവയോട് ദൈവം പറയുകയാണ്. നമുക്കറിയാം, മോശയുടെ മരണശേഷം വലിയൊരു കൂട്ടത്തെ നയിപ്പാൻ യോശുവ നിയോഗിതനായി. അപ്പോൾ പ്രതിസന്ധികൾ മുമ്പിലുണ്ട്, യുദ്ധങ്ങൾ മുമ്പിലുണ്ട്. ചാടിക്കടക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ താൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവശബ്ദം യോശുവയെ കേൾപ്പിക്കുകയാണ്: നീ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് മാറിയിട്ട് വിശ്വാസത്തിൽ നമുക്ക് ഉറയ്ക്കാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്ന് ദൈവശബ്ദം ഇന്ന് നമ്മളോടും സംസാരിക്കുന്നു. ആയതിനാൽ ജീവിത സാഹചര്യത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ ഉറപ്പും ധൈര്യവുമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. ഇത് വചനം കേൾക്കുന്ന ആരെങ്കിലും ഭയമുള്ളവരായി, ഭീരുത്വമുള്ളവരായി, ധൈര്യം ചോർന്നവരായി എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, അതിവേഗത്തിൽ ചലിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയുടെ അളവറ്റ ബലം ഈ സമയത്ത് നിൻ്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം പകരണമേ. നിൻ്റെ ജനത്തിൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കണമേ, ധൈര്യം പകരണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.